കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് മത്സ്യം, ഇറച്ചി, പച്ചക്കറി തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നു. തുടർച്ചയായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്നാണ് മത്സ്യവിപണിയിലെ വിലക്കയറ്റം. പല മീനുകളും കിട്ടാനുമില്ല. 1 കിലോ മത്തിക്ക് 260 രൂപയാണ് പലയിടത്തും ചില്ലറ വില. അയലയ്ക്ക് 260 മുതൽ 320 രൂപ വരെയും. ഓലക്കുടി കിലോഗ്രാമിന് 560 രൂപയും, കേര 560ഉം, കൊഴുവ 200ഉം, കിളിമീൻ 360ഉം എന്നിങ്ങനെയാണ് വില. മീൻവില കൂടിയതോടെ വിൽപ്പന കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. ഇതോടെ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലാണ്. 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. അതുവരെ വില കുറയാനിടയില്ലെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. കോഴിത്തീറ്റയുടെ വിലവർധനയും ഉൽപാദനക്കുറവും കാരണം കോഴിയിറച്ചിക്കും വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. ഇറച്ചിക്കോഴി വില കിലോഗ്രാമിന് 200 രൂപയാണ് വില. നാടൻ കോഴിക്ക് കിലോഗ്രാമിന് 250 രൂപയും. കോഴിമുട്ടയുടെ വിലയും ഉയരുകയാണ്. നിലവിൽ ഒന്നിന് ചില്ലറ വില 8 രൂപ കടന്നു. ബീഫിന് കിലോഗ്രാമിന് 480 മുതൽ 500 രൂപ വരെയാണ് മിക്കയിടങ്ങളിലും. പന്നിയിറച്ചിക്ക് 300 മുതൽ 350 രൂപ വരെയും വില വർദ്ധിച്ചിട്ടുണ്ട്. പച്ചക്കറി വിപണിയിൽ പല ഇനങ്ങളുടെയും വില ഉയർന്നു. 1 കിലോഗ്രാം ക്യാരറ്റിന് 80 രൂപ വരെയാണ് ചില്ലറ വില. കോവയ്ക്ക് 80 രൂപയും ബീൻസിന് 99 രൂപയും നൽകണം. തക്കാളി കിലോഗ്രാമിന് 56 രൂപ, വള്ളിപ്പയർ 70 രൂപ, സവാള 35 രൂപ, ഇഞ്ചി 250 രൂപ, ചുവന്നുള്ളി 80 രൂപ, വെളുത്തുള്ളി 250, പാവയ്ക്ക 60, ചേന 70, പച്ചമുളക് 80, മുരിങ്ങക്കായ 100, ബീട്രൂട്ട് 70, ക്യാബേജ് 60. ഒരു സ്ഥലത്ത് തന്നെ പല കടകളിലും വ്യത്യസ്ത നിരക്കുകളിലാണ് പച്ചക്കറി വിൽപ്പന. ഇതിനിടെ പാചകവാതക വിലയും ഉയർന്നതോടെ വീട്ടമ്മമാരുടെ ആശങ്ക ഇരട്ടിയായി. ഒരു കുടുംബത്തിന്റെ പ്രതിമാസ ഭക്ഷണ ചെലവിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അവശ്യ സാധനങ്ങളുടെ തുടർച്ചയായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന അതീവ അപകടകാരിയായ പാരാക്വാറ്റ് എന്ന കളനാശിനി രാജ്യത്തുടനീളം നിരോധിച്ച് കേന്ദ്ര സർക്കാർ. നിരോധനം സംബന്ധിച്ച് കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ കളനാശിനികളിലൊന്നായാണ് പാരാക്വാറ്റ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് പ്രത്യേകമായ പ്രതിവിധി ലഭ്യമല്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വളരെ ചെറിയ അളവിൽ ശരീരത്തിനുള്ളിൽ എത്തിയാൽ പോലും ഇത് ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വസനം തടസ്സപ്പെടുത്തുന്ന ഗുരുതരമായ അവസ്ഥയുണ്ടാകുകയും ചെയ്യും. കൂടാതെ വൃക്ക, കരൾ, ചർമ്മം, കണ്ണ് എന്നിവയ്ക്കും ഇത് വലിയ നാശമുണ്ടാക്കുന്നു. തേയില, പയറുവർഗ്ഗങ്ങൾ, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ 9 വിളകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ ഇതിന് അനുമതിയുണ്ടായിരുന്നതെങ്കിലും പലയിടങ്ങളിലും വിളവെടുപ്പിന് തൊട്ടുമുൻപ് വിളകൾ ഉണക്കിയെടുക്കാൻ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു. മുൻപ് കേരള, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ആദ്യമായാണ് രാജ്യവ്യാപകമായ നിരോധനം വരുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ താൽപ്പര്യമുള്ള കക്ഷികൾക്ക് തങ്ങളുടെ പരാതികളോ നിർദ്ദേശങ്ങളോ സമർപ്പിക്കാം. നിരോധനം അന്തിമമായാൽ പാരാക്വാറ്റ് കൈവശം വയ്ക്കാനും ഇറക്കുമതി ചെയ്യാനും മറ്റുമുള്ള നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കപ്പെടും. ഉൽപാദകരും വിതരണക്കാരും തങ്ങളുടെ പക്കലുള്ള സ്റ്റോക്കുകൾ തിരികെ നൽകാൻ 3 മാസത്തെ സമയം ലഭിക്കും. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ടാകും. യൂറോപ്യൻ യൂണിയൻ, ചൈന, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ പാരാക്വാറ്റ് നിരോധിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ നിരോധിക്കപ്പെട്ട ഗ്ലൈഫോസേറ്റ് പോലുള്ള മറ്റ് അപകടകരമായ രാസവസ്തുക്കളും നിരോധനത്തിന് നിഴലിലാണെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലഡാക്കിലെ ആപ്രിക്കോട്ടിന് ഇനി ആഗോള വിപണിയിലേക്ക് ചുവടുവയ്പ്. ആദ്യമായി UAE-യിലേക്ക് കയറ്റുമതി ആരംഭിച്ചു. ലഡാക്കിൽ നിന്നും ആദ്യമായി 5 മെട്രിക് ടൺ ഓർഗാനിക് ആപ്രിക്കോട്ട് UAE-യിലേക്ക് കയറ്റുമതി ചെയ്തു. ലുലു ഗ്രൂപ്പുമായുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കയറ്റുമതി ആരംഭിച്ചത്. ഈ സീസണിൽ 1000 മെട്രിക് ടൺ ആപ്രിക്കോട്ട് വിദേശ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷത്തിനിടെ വെറും 1500 കിലോഗ്രാം മാത്രമായിരുന്നു ലഡാക്കിൽ നിന്നുള്ള ആപ്രിക്കോട്ട് കയറ്റുമതി. ഗുണനിലവാര പരിശോധന, ശീതശൃംഖല സംവിധാനം, ബ്രാൻഡിംഗ് എന്നിവ ശക്തിപ്പെടുത്തി ലഡാക്കിന്റെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി വിപുലപ്പെടുത്താനാണ് ഭരണകൂടത്തിന്റെ നീക്കം. ഇതിലൂടെ ആപ്രിക്കോട്ട് കർഷകർക്ക് മികച്ച വിലയും പുതിയ വിപണികളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.